ഭയങ്കരനായ സെക്രട്ടറിയും പ്രസിഡന്റും പറഞ്ഞു. ഈ ആദരിക്കുന്നതിന് മുമ്പ് എന്താ പറയണ്ടെന്ന് നമുക്കറിയില്ല. നമ്മള് സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ കാണുമ്പോ, ആ ഒരു നേട്ടം കാണുമ്പോ ആദ്യം എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് നമ്മുടെയൊക്കെ മക്കളാണ്. നിശയോടെ വിനയത്തോടെ ഒരുപാട് ഉയരങ്ങളിലേക്ക് നമ്മുടെ മക്കളൊക്കെ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പറഞ്ഞു വന്നത്, സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ കണ്ടപ്പോ ആദ്യം തോന്നിയത് ആ പൊന്നുമോളെ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കണമെന്നാണ്. അത് ഒറ്റയ്ക്കല്ല, അത് അവരുടെ വീട്ടിൽ പോയിട്ട് അഭിനന്ദിക്കാൻ പോകുന്ന സമയത്തല്ല, ഈ നാടിന്റെ റിപ്പണിന്റെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് ഈ പൊന്നുമോൾക്ക് ഒരു മുത്തം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് കൊടുത്തിട്ടേ ഇനി വിളിക്കുള്ളൂ. ഓക്കെ, അപ്പോ ഇത് നമ്മൾ വിചാരിച്ച ചില്ലറക്കാരിയല്ല. 3 മിനിറ്റ് കൊണ്ട് 22 വിഭാഗങ്ങളിലായിട്ട് 140 ചോദ്യങ്ങളുടെ ഉത്തരം. 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ് നിങ്ങളത് ഊഹിച്ചു നോക്കിയാൽ മതി. 140 ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞുകൊണ്ട് കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ നമുക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇനിയും ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോ എത്രയെത്ര നേട്ടങ്ങളാണ് ഈ പൊന്നുമോളെ തേടിയെത്താനുള്ളത് എന്ന് നമുക്ക് ഊഹിച്ചാൽ അറിയാം. ഇപ്പൊ വയസ്സെന്ന് പറയുന്നത് 4 ആണ്. 40 വയസ്സാവുമ്പോഴേക്ക് ഈ രാജ്യം അറിയപ്പെടുന്ന APJ അബ്ദുൽ കലാമിനെയൊക്കെ പോലെ ഈ രാജ്യം അറിയപ്പെടുന്ന ഒരു പൊന്നുമോളായി, ഈ നാടിന്റെ അഭിമാനമായി, റിപ്പണുകാർക്ക് ഞങ്ങൾ അയുക്തയുടെ നാട്ടുകാരാണെന്ന് അഹങ്കാരത്തോടെ പറയാനുള്ള ഒരു സ്ഥിതി ഉണ്ടാകണം. അതിന് ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവും. ഈ പൊന്നുമോളെ നമ്മൾ ആദരിക്കുകയാണ്, മറ്റാരുമല്ല, പ്രിയങ്കരനായിട്ടുള്ള റിപ്പൺ യൂണിറ്റിന്റെ ഞങ്ങളുടെ അമരക്കാരൻ സൈദലവി അവറുകളാണ് പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ ഈ കൊച്ചുമകളെ ആദരിക്കുന്നത്. ആദരവേറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ പൊന്നുമോളെയും അത് നൽകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സൈദക്കയെയും സാദരം ക്ഷണിക്കുകയാണ്. അതോടൊപ്പം അവരുടെ രക്ഷിതാവ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ അച്ഛൻ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള പ്രിയപ്പെട്ട ശരത്തിന് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശരത്തും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ നമ്മുടെ ശിവന്റെ മകളായിട്ടുള്ള ആമിക്കുട്ടിയൊക്കെ വലിയ സന്തോഷത്തോടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനുള്ള ഞങ്ങളുടെ ഹൃദ്യമായ കൃതജ്ഞത ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മൾ ആദരിക്കുകയാണ്. കയ്യടികൾ, നിലക്കാത്ത കയ്യടികൾ ഉയരട്ടെ. നമ്മുടെ പൊന്നുമോളെ നമ്മൾ ആദരിക്കുകയാണ്. ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഓക്കെ.